ശബരിമല സ്വർണ്ണ കവർച്ചയിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് പോറ്റിയെ റാന്നി കോടതിയിൽ ഹാജരാക്കുമെന്ന് സൂചന. തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ക്രൈംബ്രാഞ്ച് SP ശശിധരൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്തും എരുമേലിയിൽ നിന്ന് R രാജീവും ചേരുന്നു. ആദ്യം പ്രശാന്തിലേക്ക്. പ്രശാന്ത്, ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണോ? അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നുള്ള ചില സൂചനകളും വരുന്നുണ്ടല്ലോ. ഏറ്റവും പുതിയ വിവരങ്ങൾ. രോഹിണി, ചോദ്യം ചെയ്യൽ നടപടികൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈഞ്ചക്കലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുള്ളത്. ഇന്ന് രാവിലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുക്കുന്നത്. കസ്റ്റഡിയിലെടുത്തതിന് ശേഷം തുടർന്ന് വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം വൈകിട്ടോടു കൂടിയാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചതായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. തുടർന്ന് ഇപ്പോഴും നടപടിക്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചോദ്യം ചെയ്യലടക്കമുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചിരിക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ സന്നിധാനത്താണുള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ശശിധരൻ സന്നിധാനത്ത് നിന്നും ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും അറസ്റ്റ് നടപടികളടക്കം കടക്കുക എന്നും അറിയാൻ കഴിയുന്നു. ഇപ്പോൾ നടപടിക്രമങ്ങൾ അതിൻ്റെ ഭാഗത്ത് പുരോഗമിച്ചിരിക്കുകയാണ്. കൂടുതൽ ചോദ്യം ചെയ്യലടക്കം ഉണ്ടാകുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥൻ എത്തിയതിനു ശേഷം മാത്രമാകും. ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങൾ ചോദിച്ചറിയാനും ആണുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് തന്നെ കടക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ സ്വർണം, ബാക്കിയുള്ള സ്വർണം എങ്ങനെയാണ് എവിടെ സൂക്ഷിച്ചിരിക്കുന്നതോടൊപ്പം തന്നെ കൽപ്പേഷ് അടക്കമുള്ളവരുടെ വിവരങ്ങൾ, മാത്രമല്ല ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഏതെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ, അതായത് ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നടക്കും എന്തെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള നിരവധി കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും ചോദിച്ച് അറിയുവാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആ ഒരു ചോദിച്ചറിയുന്ന ഒരു സാഹചര്യം തുടരുക. നമ്മൾ ക്രൈംബ്രാഞ്ച് ഓഫീസിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പ്രശാന്ത് തുടരുക. പ്രശാന്തിലേക്ക് എത്താം. ഇപ്പോൾ R രാജീവ് കൂടി ചേരുന്നുണ്ട്. രാജീവ്, അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്രൈംബ്രാഞ്ച് SP ശശിധരൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യും. അതിനായുള്ള തയ്യാറെടുപ്പിലാണ് എന്നുള്ളതും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. രോഹിണി, ഇന്ന് രാവിലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡിയിലെടുക്കുന്നത്, പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുന്നത്. ഇതിനുശേഷം രഹസ്യ സ്വഭാവത്തോടു കൂടിയായിരുന്നു ഇതുവരെ അന്വേഷണവും ചോദ്യം ചെയ്യലുമെല്ലാം നീണ്ടുപോയത്. ഇന്ന് വൈകിട്ടോടുകൂടി ഏതായാലും ക്രൈംബ്രാഞ്ച് ഓഫീസിൽ, ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ച് വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയനാക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഏതായാലും ക്രൈംബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ ഉള്ള അന്വേഷണ സംഘത്തിന് പുറമെയാണ് പ്രത്യേക അന്വേഷണ സംഘം കൂടി ഈ ചോദ്യം ചെയ്യലിൽ പങ്കെടുക്കുന്നത്. മാത്രമല്ല, പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ചുമതലയുള്ള SP ശശിധരന്റെ നേതൃത്വത്തിൽ ഇന്ന് സന്നിധാനത്ത് പരിശോധന നടത്തിയിരുന്നു. നേരത്തെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ ചില മൊഴികളിൽ അവ്യക്തതകൾ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി SP ശശിധരൻ തന്നെ നേരിട്ട് എത്തുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതായത് നേരത്തെ ദേവസ്വം വിജിലൻസ് നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന് സന്നിധാനത്ത് SP ശശിധരന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്, SITയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. കാരണം ഈ ചോദ്യം ചെയ്യലിൽ പരസ്പര വിരുദ്ധമായ മൊഴികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരുന്നു. ഏകദേശം 4 മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലുകളായിരുന്നു SITയുടെ നേതൃത്വത്തിൽ നടന്നത്. SP ബിജോയ് ഉൾപ്പെടെയുള്ളവർ ഈ ചോദ്യം ചെയ്യലിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇനി ഏതായാലും എത്താനുള്ളത് അന്വേഷണത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന SP ശശിധരനാണ്. അദ്ദേഹം നേരിട്ടെത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യും. ഇതിനുശേഷമാകും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക. നേരത്തെ അന്വേഷണ സംഘത്തിലെ ചില ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്നതിനാവശ്യമായ തെളിവുകൾ ലഭിച്ചു എന്നാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഇനി വരുത്തേണ്ട വ്യക്തത, ആര് പറഞ്ഞിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണ്ണക്കട്ടിളയും അതുപോലെ തന്നെ ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിയും ഒക്കെ കടത്തിക്കൊണ്ട് പോയത്, അതിന് അനുമതി നൽകിയത് ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തിയത്? 2019 ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് ഇതിൽ എന്ത് പങ്കുണ്ട്? മാത്രമല്ല, നമ്മൾക്ക് നേരത്തെ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്ന സമയത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടേക്കെത്തി ഈ സ്വർണ്ണക്കട്ടിളയും അതുപോലെ തന്നെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിയും ഒക്കെ കടത്തി
നടത്തിക്കൊണ്ടുപോകുന്നു, ചെന്നൈയിലേക്ക് യഥേഷ്ടം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്തൊന്നും എന്തുകൊണ്ട് ഒരു ചോദ്യം പോലും ഉയർന്നില്ല എന്ന വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി നിയോഗിച്ചതനുസരിച്ച് മറ്റൊരാൾ കൂടി അവിടേക്ക് എത്തുന്നുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും ഈ സ്വർണം നൽകുന്നത് കൽപേഷ് എന്ന ആൾക്കാണ്. ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ പോലും എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് ഇത് അറിഞ്ഞില്ല, ഉന്നത ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് ഇക്കാര്യം ആ സമയത്ത് ചർച്ച ചെയ്തില്ല? ഇതിനുശേഷം 2019 വീണ്ടും ഈ സ്വർണ്ണപ്പാളികൾ തിരിച്ച് എത്തിക്കുകയാണ്. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വന്തമാക്കിയ ശേഷമാണ്, അതായത് ഏകദേശം 474 ഗ്രാം സ്വർണ്ണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് ദ്വാരപാലക ശില്പത്തിലെ ഈ പാളികളിൽ നിന്ന് മാത്രം മാറ്റിയത്. ഇതിനുശേഷം ഇത് തിരിച്ചെത്തിച്ചതിന് ശേഷമാണ് വീണ്ടും 2025 ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ ഈ സ്വർണ്ണപ്പാളികൾ എന്ന് പറയുമ്പോൾ അതിൽ ചെമ്പായി മാറിയിരിക്കുന്നു, ആ പാളികൾ കൈമാറുന്നത്. ഇതിനുശേഷം അതുമായി വീണ്ടും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് പോകുന്നു. ആ ഘട്ടത്തിൽ പോലും എന്തുകൊണ്ട് കൃത്യമായൊരു പരിശോധന നടന്നില്ല എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. ഇത് അന്വേഷണ സംഘം വ്യക്തത വരുത്താൻ ശ്രമിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ആ രീതിയിലുള്ള നീക്കമാണ് നിലവിലിപ്പോൾ അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും SP ശശിധരൻ സന്നിധാനത്തെ പരിശോധന പൂർത്തിയാക്കി തിരുവനന്തപുരത്തേക്ക് തിരിച്ചിട്ടുണ്ട്. അദ്ദേഹം എത്തിയ ശേഷം വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യും. നിലവിലിപ്പോൾ 7 മണിക്കൂറോളം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു കഴിഞ്ഞു. ഇനി SP ശശിധരൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ചോദ്യം ചെയ്യും. ചില ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി കൃത്യമായ മറുപടി നൽകുന്നില്ല എന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല ദേവസ്വം വിജിലൻസ് നൽകിയ ചില മൊഴികൾ പോലും ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മാറ്റി പറയുന്നു എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഏതായാലും SP ശശിധരൻ കൂടി എത്തിയ ശേഷം വീണ്ടും വിശദമായി ചോദ്യം ചെയ്യും. ഇതിനുശേഷം അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തും. നാളെ തന്നെ റാന്നി കോടതിയിൽ എത്തിക്കാനുള്ള ശ്രമമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. ഇതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് കടക്കും. കാരണം തെളിവെടുപ്പ് ഉൾപ്പെടെ 3 സംസ്ഥാനങ്ങളിൽ പൂർത്തിയാക്കേണ്ട സാഹചര്യമുണ്ട്. സന്നിധാനത്തുൾപ്പെടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിക്കേണ്ട സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് നീങ്ങാനാണ് നിലവിൽ അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം.